ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നൊന്നര ചോദ്യങ്ങളിലേക്ക് ശരി, പോകാം. ഒന്നൊന്നര ചോദ്യങ്ങൾ. എന്നെ ലാസ്റ്റ് ഒന്നും പറഞ്ഞേക്കരുത്. നേരത്തെ ചോദ്യം തന്നെ മതിയായിരുന്നു. ഇതും കൊണ്ടൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയും. വെള്ളം അവള് കുടിപ്പിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഇത് കുടിപ്പിക്കാം നമുക്ക്. ഞാൻ പേടിക്കേണ്ടിയിരിക്കുന്നു. ശരി, come on, shoot. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് റിവർ റിച്ച് ആയിരിക്കുന്നത്? Why is the river rich? ഇതൊക്കെയാണ് ചോദ്യം. Yes, നമ്മളോട് ബന്ധപ്പെട്ടൊന്നുമല്ല കേട്ടോ. ഒരിക്കലും ശരിക്കും It's riddles. റിവർ റിച്ച് ആയിരിക്കും. റിവർ റിച്ച് ആയിരിക്കുന്നു. അണ്ണനെടുതാ ചോദിക്കും, പറ. രണ്ടുപേരോട് ദൈവമേ, ഞാൻ ഇതൊക്കെ എന്താ പറയാ 5ാം ക്ലാസ്സിലൊക്കെ ആലോചിച്ചത്. എന്നോടല്ലേ പറഞ്ഞത് ഫണ്ണാക്ക. ഇതാണോ ഫണ്ണ്? എന്തുകൊണ്ടാ ചേട്ടാ റിവർ റിച്ച്? പറ. റിവർ റിച്ചോ? ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ആൻസർ പറയാം. അപ്പൊ അതിന്റെ ഒരു ഹാങ് കിട്ടും. എങ്ങനെയാണെന്ന്? ബിക്കോസ് ഇറ്റ് ഹാസ് 2 banks. രണ്ട് ബാങ്ക്സ് ഉണ്ടെന്ന്. ഗ്രേറ്റ്, ഓക്കെ. ഒന്ന് 3 പോലെ ആയി പോകുന്നു. I don't think we can answer all any questions. Okay, shoot. നോക്കാം. അതെ, വളർന്നു വരുന്ന ഒരു റിമി ചേച്ചി ആവാൻ ചാൻസ് ഉണ്ടെന്ന് എന്നോട് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ഒരു വെറും വയറ്റിൽ നിങ്ങൾക്ക് എത്ര പൊറോട്ട കഴിക്കാൻ പറ്റും? ഹൗ മെനി പൊറോട്ടോസ് we can have in വെറും വയറ്? ഒന്ന്. Oh my god, brilliant. സത്യം. പിന്നെ വെറും വയറ്റ് ഒന്നും കഴിക്കാൻ ചിന്തിച്ചായിരുന്നോ? How many പൊറോട്ടാസ് we can have in വെറും വയറ്? വെറും വയറ് അല്ലല്ലോ. കൊള്ളാം, ഷൂട്ട്. ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ടഫ് ആണെന്ന് പറഞ്ഞിട്ട്, മാടമ്പള്ളി തറവാടില്ലേ, മറ്റേ മണിച്ചിത്ര, അവിടുത്തെ ടേബിളില് ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ഇരിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഓറഞ്ചിന് ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട്? ബിക്കോസ് ആപ്പിള് എണീറ്റുകൊണ്ടോ? അല്ലല്ല, ഓറഞ്ചിന് ഭയങ്കര സന്തോഷം. പെട്ടെന്നൊരു ദിവസം ഞാൻ ചിന്തിച്ചാ കിട്ടും. ആ ഒരു ദിവസമാണ് ചന്തു ഇതുപോലത്തെ സാധനങ്ങളിലൊക്കെ. ശരിക്കും ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഓറഞ്ചും ആപ്പിളും ഇരിക്കുന്നു, പക്ഷെ ഓറഞ്ച് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ഒരു ദിവസം, ആ ദിവസമാണ് മണിച്ചിത്ര ദുർഗാഷ്ടമി. അതുകൊണ്ട് ബന്ധപ്പെട്ടാണോ? ഇന്നേക്ക് ദുർഗാഷ്ടമി ഉന്നക്കൊന്നു 6ഉം 5ഉം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊള്ളാം കേട്ടോ. അതൊരു ഓറഞ്ച് അറിയില്ല, പറയട്ടെ. അന്നായിരുന്നു എല്ലാരും അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയത്. ഓറഞ്ചിന്റെ അല്ലി. ഇവളെ അയ്യോ, ഇത്രയും നേരം നമ്മള് സീരിയസ് ആയിട്ട് ഇതൊക്കെ വിട്ടു. വല്ല മുണ്ടും കയ്യിൽ കൊടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുന്നേറുള്ള ബിൽഡപ്പ്. അന്നാണ് അല്ലിക്ക് ആഭരണം നോക്കി വീട്ടിൽ വാലെടുത്ത് പോയിക്കാം. ഒരിക്കലും കടിക്കാത്ത പട്ടി. വാട്ട് കൈൻഡ് ഓഫ് ഡോഗ് നെവർ ബൈറ്റ്സ്? ഇംഗ്ലീഷിലും ചോദിക്കാം. മറ്റേ തിന്നുന്ന ഡോഗ്. ഹോട്ട് ഡോഗ്. വേണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ ചോദിച്ചതാ പെട്ടെന്ന് കിട്ടിയെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. അതായത് 2 സ്ത്രീകൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അവരൊരുമിച്ച് പോവുകയാണ്, വാക്ക് ഇൻ ഇന്റർവ്യൂ. ഓക്കെ, അപ്പോൾ അവരെ കാണാൻ ഒരുപോലെ ഐഡന്റിക്കൽ ആണ്. അവരുടെ ബർത്ത്ഡേ സെയിം ആണ്, പാരന്റ്സ് സെയിം ആണ്, അവരുടെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ സെയിം ആണ്. പേരന്റ്സ് സെയിം ആണ്, ഹൈറ്റ് വെയിറ്റ് സെയിം ആണ്. ഒരു ജോലിക്ക് 2 സ്ത്രീകൾ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരുമിച്ച് പോവാണ്. അവരുടെ ബർത്ത്ഡേ സെയിം ആണ്, പാരന്റ്സ് സെയിം ആണ്, ഹൈറ്റ് വെയിറ്റ് സെയിം ആണ്, അവർ ഐഡന്റിക്കൽ ആണ്. പക്ഷേ അവരോട് ഇന്റർവ്യൂവർ ചോദിച്ചു, നിങ്ങൾ ട്വിൻസ് ആണോ? അവരല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞായിരിക്കും. അല്ലല്ല, ട്വിൻസ് ആണെന്ന് ചോദിച്ചു, അല്ല എന്ന് പറഞ്ഞു അല്ലേ? പേരന്റ്സ് സെയിം ആ, ബർത്ത്ഡേ സെയിം ആ, ബർത്ത്ഡേ സെയിം ആണ്. പേരന്റ്സ് സെയിം, ബർത്ത്ഡേ സെയിം, പക്ഷേ ഹൈറ്റും വെയിറ്റും സെയിം, ഐഡന്റിക്കൽ ആണ്. കാണാൻ ഐഡന്റിക്കൽ പക്ഷെ ട്വിൻസ് അല്ല. ആണോന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞു. പക്ഷെ ആണ് ട്വിൻസ് ആണോ? ആണെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞെന്ന്. അവരല്ല. ഓക്കെ, അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. അല്ല, ഒരു വേക്കൻസി ഉള്ളായിരുന്നു. അല്ല, അവരല്ല എന്ന് പറഞ്ഞു. ട്വിൻസ് അല്ലാത്ത പറയട്ടെ, അവര് ട്രിപ്ലെറ്റ്സ് ആയിരുന്നു. പിന്നെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അതെ, നീ രണ്ടല്ലേ പറഞ്ഞ? എന്തായാലും ഒന്ന് ചന്തു ഒന്ന് ചോദിച്ചേ. ചോദിച്ചാൽ ഭയങ്കര ഓവറായി ചോദിച്ചല്ലേ.
അല്ലെങ്കിൽ ലൊക്കേഷനിൽ ചോദിച്ചു ഇവിടെ ചോദിക്കാൻ പറ്റും. അങ്ങനെയാണ് അത് ചോദിച്ചിട്ട് ഇല്ല അത് വളരെ കിളി എന്തുകൊണ്ട് പച്ച കളറിലാണ് ഇരിക്കുന്നത്? പച്ചക്കിളി എന്തുകൊണ്ട് പച്ച കളറിൽ ഇരിക്കുന്നത്? ആകെ തത്ത മാത്രല്ലേ പച്ച കളറിലുള്ളൂ. സത്യമാണ് പറയുന്നത്. മറ്റേ കഥ അറിയാം, മറ്റേ ചോദ്യം അറിയോ? ഇത് പറയട്ടെ. കിളി എന്താ പച്ച കളർ? അതിന് കിടക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. കിടന്ന പച്ച കളറാകും. വേണ്ട, ദൈവമേ എനിക്ക് ബുദ്ധിയില്ലെന്ന് അറിയുമല്ലോ ഇപ്പൊ മനുഷ്യൻ. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഈ ചോദ്യത്തിന് ഉത്തരവില്ല. ഉത്തരവുണ്ട്. എന്താണ്? പച്ചവെള്ളം കുടിക്കുന്നതുകൊണ്ട്. Oh my God. ഞാനിവിടെ ചോദിക്കട്ടെ, സിംഹത്തിന്റെ കല്യാണം അറിയോ? സിംഹത്തിന്റെ കല്യാണം ഇല്ലില്ല. നീ ഇതിന് ഉത്തരം പറയും, പറഞ്ഞിരിക്കും. ഓക്കെ ഓക്കെ. ഇപ്പൊ സിംഹത്തിന്റെ കല്യാണത്തിന് മുയലൊക്കെ പോവാ, അപ്പൊ എല്ലാരും പോണം. സിംഹത്തിന്റെ കല്യാണത്തിന് പോണം. അപ്പൊ മുയലിന് എങ്ങനെയെങ്കിലും സിംഹത്തിന്റെ കല്യാണത്തിന് പോകണം. പക്ഷെ റിവർ ക്രോസ് ചെയ്ത് വേണം പോവാൻ. അവിടെ മുതലുണ്ട്. മുതലുണ്ട്. എങ്ങനെ? മുതലുണ്ട്. ഇത് ഉത്തരം പറഞ്ഞാൽ നീ വളരെ ബുദ്ധിമതിയും പറഞ്ഞതിൽ വളരെ പൊട്ടിയുമായി ഞാൻ ഇവിടെ സ്ഥാപിക്കും. 10 സെക്കൻഡ് തരുള്ളൂ. മിക്കവാറും ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി നിർത്തി. 10 സെക്കൻഡ് തരുള്ളൂ. 10 സെക്കൻഡ് ചിന്തിക്കാം. 1 സിറ്റുവേഷണൽ പ്രഷറാണ്. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാൻ പറയാം, ഇതില് വെള്ളം ഇല്ലായിരിക്കും. 5 മുയലിന് പോണം. 6 7 വേണ്ട, ഞാൻ പൊട്ടിയാണ് സമ്മതിച്ചു. എന്റെ പൊന്നാ പറഞ്ഞ സിംഹത്തിന്റെ കല്യാണമല്ലേ, എല്ലാവർക്കും പോട്ടെ. മുതലേ പോയില്ലേ? അല്ല വൈൻഡപ്പ് അല്ല, പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇത് അവരുടെ അടുത്ത സെഷനിൽ ചോദിക്കും. മനസ്സിലായോ? ഇനി നീ ഇതുപോലെ ചോദിക്കാൻ പാടില്ല. അടുത്ത ഇന്റർവ്യൂ ചോദിക്കും, ചേട്ടാ അടുത്ത ലാലട്ടറി കിട്ടുമ്പോൾ ചോദിക്കും ഒരു സിംഹത്തിന്റെ ഷാജോൻ ചേട്ടൻ ഓക്കെ